ഇപ്പം ഞങ്ങൾ ഈ പോണത് എങ്ങോട്ടാണെന്നല്ലേ, അച്ഛനും ഞാനും തുമ്പമ്മയും കൂടെയാണ് ഈ പോക്ക് കേട്ടോ. അപ്പം സംഭവം അതാണ്, തുമ്പമ്മയ്ക്ക് വൈറ്റമിനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. തലേ ദിവസം തന്നെ ശ്രീമതേശി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, മദ്രസയിലേക്ക് വരണം 12 മണിക്ക് മുന്നേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതാ കുട്ടി എന്താ സ്കൂളിലേക്ക് ചേർത്താൻ കൊണ്ടുപോകണ പോലെ ബുക്കൊക്കെ അള്ളി പിടിച്ച് നിൽക്കുകയാണ്. ഞങ്ങളവിടെ ചെന്നപ്പോൾ ശ്രീമതേശി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം വൈറ്റമിൻ എ കൊടുത്തു വരാം. ഇതാ ഇവിടെ നോക്ക്, മരുന്ന് കുടിക്കുകയാണ് പറയും. ഇനി അത് കുടിച്ച് കാണിച്ചു, അത് കുടിച്ച് കാണിച്ചു. എന്ത് ശാന്തല്ലേ. മതിയില്ലേ? മൃണാൾ എന്തായാലും വന്നല്ലേ, രമേശ് ചേട്ടൻ ഒന്ന് പ്രഷർ നോക്കിയോളൂ എന്ന് ശ്രീമതേശി പറഞ്ഞതും അച്ഛൻ ചാടി വീണു. എന്നാൽ ശരി, ഞാനൊന്ന് പ്രഷർ നോക്കിയേക്കാം. നോക്കി, എല്ലാം നോർമലാണ്. അങ്ങനെ അവിടെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരാണ് ഗൈസ്. പക്ഷേ ഞങ്ങൾ വീട്ടിലേക്കല്ല പോയത്, തുമ്പമ്മേൻ്റെ മുടി ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ട്, കുറച്ച് വളർന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വട്ടം വൈശാട്ടനും ഞാനും അല്ലുട്ടനും തുമ്പമ്മയും കൂടെ വന്നിട്ടാണ് മുടി വെറിച്ചത്. ഇവിടെ തന്നെയായിരുന്നു വെട്ടിയിട്ടുണ്ടായിരുന്നത്. അന്നാണ് ആദ്യമായിട്ട് അവൾ ഞങ്ങളെ മടിയിലിരിക്കാണ്ട് ഇരുന്നിട്ട് മുടി വെട്ടാനൊക്കെ സഹകരിച്ചത്. അത് കണ്ടപ്പോൾ എൻ്റെ കുട്ടി കുറച്ച് ഇത്രയും വലുതായി പോയോ എന്നൊക്കെ ചിന്തിച്ചിരുന്നേ. ഇന്നും ഇരുന്നിട്ടുണ്ട്, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര സഹകരണം ഇത്തവണ ഉണ്ടായിരുന്നില്ല. കുറച്ച് ഇപ്പോഴൊക്കെ നല്ലപോലെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോറടിക്കാൻ തുടങ്ങി. പിന്നെ അവൾ അലമ്പാക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ പിടിച്ചു കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ടൊക്കെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് നേരം അച്ഛൻ വന്ന് നിൽക്കും. അച്ഛനെ കണ്ണാടി കൂടെ നോക്കിയാൽ പിന്നെ പെട്ടെന്നൊരു തിരിച്ചില്ല. അപ്പോൾ ഞങ്ങളറിഞ്ഞ് ചോര വരുമ്പോളേ ചെവി തട്ടും അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിരുത്തായിരുന്നു കേട്ടോ. ഡ്രയറൊക്കെ പിന്നെ കുട്ടിക്ക് കണ്ട് ശീലമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഇതാ മുടി വെട്ടിയിട്ടുണ്ട്. പക്ഷേ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഉറപ്പായി അമ്മ ചോദിക്കും, ഇതിലിപ്പോൾ എവിടെയാണ് മോളെ നീ വെട്ടിച്ചതെന്ന് കേട്ടോ. അത് അല്ലുട്ടനെ മുടി വെട്ടിച്ചാലും തുമ്പമ്മേനെ മുടി വെട്ടിച്ചാലും വീട്ടിൽ ചെന്ന അമ്മ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്, ഇതിലിപ്പോൾ നീ എവിടെയാണ് വെട്ടിച്ചേ, വെറുതെ ബാർബർക്ക് പൈസ കൊണ്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അച്ഛൻ നല്ല കറക്റ്റ് സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് വെയിലിനൊട്ടും കുറവില്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഇസ്തിരി ഇട്ട പോലെയാണ് ഞങ്ങൾ തിരിച്ചു പോയത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിച്ച് വീട്ടിലേക്ക് പോയി. ബൈ.